ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്വർഗീയ മാലാഖ വൃന്ദം സന്തോഷിക്കുന്ന സന്ദർഭം ദൂതൻ വന്ന് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കുവാനാകാത്ത ഒരു സമാധാനം, എല്ലാ ജനങ്ങൾക്കും അത്യധികം സന്തോഷം നൽകുന്ന ഒരു നല്ല വർത്തമാനത്തിൻ്റെ അറിയിപ്പ്. ദാവീദിൻ്റെ പട്ടണമാകുന്ന ബെത്ലഹേമിൽ നിങ്ങൾക്കായി ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു. അത് കർത്താവായ മിശിഹയാണ്. ഈ ക്രിസ്മസ് അലങ്കാരങ്ങൾ, സമ്മാനങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്കപ്പുറം യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാം. ആഘോഷങ്ങളുടെ നടുവിൽ ദൈവിക സന്ദേശം പങ്കുവയ്ക്കുവാനുള്ള സമയം കൂടിയാണ്. ഇടയന്മാരോട് ദൂതൻ പറഞ്ഞ വാക്കുകൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥമായി ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. യേശുവിൻ്റെ ജനനം കേവലം ഒരു ചരിത്ര സംഭവമല്ല, പ്രത്യേകത അത് പ്രത്യാശയുടെയും രക്ഷയുടെയും സന്ദേശമാണ്. യേശുവിൻ്റെ ജനനം മനുഷ്യരാശിക്കുള്ള ഒരു ദാനമാണ്. പാപമോചനവും വീണ്ടെടുപ്പും നിത്യജീവനും വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാനുള്ള ക്ഷണമാണിത്. നിങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുക. ക്രിസ്തുമസ് വെറുമൊരു ആഘോഷമല്ല, മറിച്ച് ദൈവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും അനുഭവമാണ്. ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാം. ഈ ക്രിസ്മസ് ആത്മീക നവീകരണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവത്തിൻ്റെ ദാനമായ രക്ഷയുടെയും സമയമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു.